SSLC പരീക്ഷയുടെ വിജയശതമാനം കുറഞ്ഞാൽ അത് ഭരണപരാജയമായി വിലയിരുത്തപ്പെടും എന്ന മന്ത്രി സജി ചെറിയാന്റെ നിരീക്ഷണം ബാലിശമാണെന്ന് കേരള കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 സീറ്റിലും തോറ്റതാണ് ഭരണപരാജയം വെളിപ്പെടുത്തുന്നതെന്ന് അദ്ദേഹം വിമർശനം ഉന്നയിച്ചു. 10ാം ക്ലാസ് പാസ്സാകുന്ന ഒരു നല്ല ശതമാനം കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ പറഞ്ഞിരുന്നു. അത് ഓൾ പാസ് മൂലമാണെന്നും അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. വിജയശതമാനം കുറഞ്ഞാൽ അത് സർക്കാരിൻ്റെ ഭരണപരാജയമായി വിലയിരുത്തപ്പെടും എന്ന നിരീക്ഷണവും മന്ത്രി നടത്തിയിരുന്നു. മന്ത്രിയുടെ ഈ പ്രസ്താവന KCV ന്യൂസ് കഴിഞ്ഞ ദിവസം വാർത്തയാക്കിയിരുന്നു. ഈ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം. ആരെങ്കിലും തോറ്റുപോയാൽ ഗവൺമെന്റ് പരാജയമാണെന്നാണ് നമ്മുടെ ആളുടെ വിശ്വാസം. ഇവിടെ ഒരു 50% ആളുകളെ ജയിക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക. നമ്മുടെ നാട്ടിൽ നാളെ രാവിലെ ഭയങ്കര പ്രതിഷേധമായിരിക്കും. എല്ലാ സർക്കാർ ഓഫീസിലേക്കും രാഷ്ട്രീയ പാർട്ടികളുടെ മാർച്ചാണ്. എന്താണ്? സർക്കാർ പരാജയമാണ്, 50% തോറ്റു. ഈ 10ാം ക്ലാസ് ജയിച്ച നല്ലൊരു ശതമാനത്തിന് വായിക്കാൻ എഴുതാൻ അറിയില്ല. ബഹുമാനപ്പെട്ട ഫിഷറീസ് മന്ത്രി പറയുന്നത് കേരളത്തിലെ SSLC പാസ്സാകുന്ന വലിയൊരു ശതമാനം കുട്ടികൾക്കും എഴുതാനും വായിക്കാനും അറിയില്ല എന്നാണ് പറയുന്നത്. അതിന് കാരണം ഈ ഓൾ പാസ് എന്ന രീതി 99.99% ആൾക്കാരെ പിള്ളേരെ വിജയിപ്പിക്കുമ്പോഴുണ്ടാകുന്ന ഒരു അപകടമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് അതൊന്ന് മാറ്റിവെച്ച് ശരിക്കും വായിക്കാനും എഴുതാനും അറിയാവുന്ന പിള്ളേരെ മാത്രം പാസ്സാക്കുകയാണെങ്കിൽ 50% പാസ്സാകത്തുള്ളൂ. അങ്ങനെ 50% മാത്രം പാസ്സായാൽ അത് സർക്കാരിൻ്റെ പരാജയമാണെന്ന് പറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ എഴുതാനും വായിക്കാനും അറിയാത്ത പിള്ളേരെ പാസ്സാക്കുന്നതാണ് പറയുന്നത്. എൻ്റെ മന്ത്രി വളരെ കഷ്ടമായത്. ഈ കേരളത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ പുതിയ വളർന്നു വരുന്ന തലമുറ രക്ഷപ്പെടുമെന്ന് ആഗ്രഹിക്കുന്ന ആരും തന്നെ അങ്ങനെ പറയില്ല. മറിച്ച് ഭരണ പരാജയമെന്ന് ഞങ്ങളൊക്കെ പറയുന്നത് ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20-ൽ 1 സീറ്റ് ജയിച്ചാൽ അത് ഭരണപരാജയമാണെന്ന് ഞങ്ങൾ പറയും. SSLC പരീക്ഷയുടെ വിജയശതമാനമല്ല ഭരണപരാജയത്തെ വെളിപ്പെടുത്തുന്നതെന്നും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ തോൽവിയാണ് ഭരണപരാജയത്തെ ചൂണ്ടിക്കാണിക്കുന്നതെന്നും ജേക്കബ് എബ്രഹാം പറഞ്ഞു. അതിനുള്ള കാരണങ്ങളും അദ്ദേഹം വിവരിക്കുകയുണ്ടായി. ആ ഭരണപരാജയത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ തന്നെ നിങ്ങളുടെ കമ്മിറ്റികളിൽ പറയുന്നുണ്ടല്ലോ. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ്, മുഖ്യമന്ത്രിയുടെ കുടുംബത്തെക്കുറിച്ചുള്ള മാസപ്പടി വിവാദമാണ്, 6 മാസമായിട്ട് പെൻഷൻ കൊടുക്കാത്ത പാവങ്ങളുടെ പ്രതിഷേധമാണ്, മാവേലി സ്റ്റോറുകളിൽ ഒരു സാധനമില്ലാത്തവൻ്റെ വിശപ്പിൻ്റെ വിളിയാണെന്നൊക്കെയുള്ള വലിയ വിമർശനങ്ങൾ നിങ്ങൾ വരുന്നുണ്ടല്ലോ. അതൊക്കെയാണ് ഭരണപരാജയം എന്ന് പറയുന്നത്. അതല്ലാതെ പഠിക്കാത്ത പിള്ളേരെ ജയിപ്പിക്കണമെന്ന് ഒരു ആൾക്കാരും പറയില്ല. തകഴി പടഹാരൻ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള കേരള ലേബർ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. പുനർനിർമ്മിക്കാനായി റോഡ് പൊളിച്ചിട്ടിട്ട് 5 മാസങ്ങൾ കഴിഞ്ഞ സാഹചര്യത്തിലാണ് പ്രതിഷേധ സമരം. റോഡിന്റെ തകർച്ചയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് KLM-ന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. യൂണിറ്റ് ഡയറക്ടർ ഫാദർ വർഗീസ് പനച്ചിങ്കിൽ ധർണ ഉദ്ഘാടനം ചെയ്തു. പടഹാരം തകഴി റോഡിന്റെ സാമാന്യം നല്ല റോഡ് കുത്തിപ്പൊളിച്ചിട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയായിരുന്നു കുറച്ചധികം നല്ല റോഡ് ഈ നെടുമുടി കരുവാറ്റ റോഡ് വികസനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് കഴിഞ്ഞ 5 മാസമായിട്ട് കാത്തിരിക്കുകയാണ്. പക്ഷേ ഇത് പൊളിച്ചു കഴിഞ്ഞ് അവർ പോയതല്ലാതെ നാട്ടുകാരുടെയും സമീപവാസികളുടെയും ദുരിതത്തിന് യാതൊരു വിധത്തിലുള്ള പരിഹാരവും കാണാനായിട്ട് ഉദ്യോഗസ്ഥരാരും ജോലിക്കാരും ശ്രമിക്കുന്നില്ല എന്നുള്ളത് വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. ഞങ്ങൾ കുറേ മാസങ്ങൾ കാത്തിരുന്നു. ഇന്ന് ശരിയാകും, നാളെ ശരിയാക്കും, ഇന്ന് നന്നാക്കും, നാളെ നന്നാക്കും എന്ന് പറഞ്ഞ് കാത്തിരുന്നു. പക്ഷേ പൊതുജന സ്വരം ഉയരാതെ ഇത് നന്നാക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു പ്രതിഷേധത്തിന്റെ ആരംഭം എന്ന നിലയിൽ ഒരു ധർണ ഈ തകഴി ജംഗ്ഷനിൽ കേരള ലേബർ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ നടത്താനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത്രയധികം ബുദ്ധിമുട്ട് ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന നാനാജാതി മതസ്ഥരായ എല്ലാവർക്കും, പടഹാരം 6ന്റെ കരവരെ താമസിക്കുന്ന എല്ലാ മനുഷ്യരും അനുഭവിച്ചു പോരുന്ന ദുരിതമാണ്. ആവശ്യമായ കൂടിയാലോചനകൾ നടത്താതെ റോഡ് കുത്തിപ്പൊളിക്കാൻ തീരുമാനമെടുത്തതും ആസൂത്രണത്തിലെ പാളിച്ചകളുമാണ് 5 മാസമായി നാട്ടുകാരെ തീരാ ദുരിതത്തിലാക്കിയിരിക്കുന്നത്. തകഴി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽപ്പെട്ട നിരവധി വാർഡുകൾ ഉൾപ്പെട്ടതാണ് ഈ റോഡ്.
പടഹാര നിവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് അമ്പലപ്പുഴ തിരുവല്ല റോഡിലെത്താനുള്ള ഏക ആശ്രയമായ ഈ റോഡ് തകർന്നു കിടക്കുന്നത് മൂലം യാത്രക്കാർ ഏറെ ദുരിതം നേരിടുകയാണ്. ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി റോഡ് പൊളിച്ചിട്ടിരിക്കുന്നതിൽ പ്രതിഷേധവുമായി ചങ്ങനാശ്ശേരി പായിപ്പാട് പഞ്ചായത്ത് ജനപ്രതിനിധികൾ ജല അതോറിറ്റി ഓഫീസിന് മുൻപിൽ ധർണാ സമരം. പായിപ്പാട് പഞ്ചായത്തിലെ ജലജീവൻ പദ്ധതി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണാ സമരം. തകർന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണി അടിയന്തരമായി ചെയ്യണമെന്നും ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ധർണാ സമരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഡി മോഹനൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം 1 മീറ്റർ വീതിയിലാണ് റോഡ് പൊട്ടിച്ച് ഈ പൈപ്പ് സ്ഥാപിക്കേണ്ടത്, പൈപ്പ് ഇടേണ്ടത്. നമുക്കറിയാം ഗ്രാമപഞ്ചായത്തിന്റെ റോഡുകളുടെ വീതി എന്ന് പറയുമ്പോൾ 3 മീറ്റർ 2 മീറ്റർ വീതികളാണ് കൂടുതൽ റോഡുകൾക്കുമുള്ളത്. അങ്ങനെ 2 മീറ്റർ 3 മീറ്റർ വീതിയിലുള്ള റോഡുകൾ 1 മീറ്റർ പൊട്ടിച്ച് പൈപ്പിടുന്നതിന് പകരം 2-2.5 മീറ്റർ റോഡുകൾ പൊട്ടിച്ചു. ഇത് പഞ്ചായത്തുകളുടെ കുഴപ്പമോ ആ വാർഡുകളെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധികളുടെ കുഴപ്പമോ അല്ല. അവർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് തിരുവനന്തപുരത്ത് നടത്തിയപ്പോൾ വാട്ടർ അതോറിറ്റിയുടെയും ജലജീവൻ മിഷന്റെയും ആൾക്കാർ പറഞ്ഞത് 1 മീറ്റർ പൊട്ടിക്കേണ്ടതായി, എന്നാൽ 2.5 മീറ്റർ പൊട്ടിച്ചു. അത് ഞങ്ങളുടെ കുഴപ്പമാണോ? ജനപ്രതിനിധികളുടെ കുഴപ്പമാണോ? ഇപ്പൊ നമുക്കറിയാം ശക്തമായ മഴ പെയ്യുകയാണ്. ഈ പൊട്ടിച്ചിട്ട റോഡുകളിലെല്ലാം വെള്ളമൊഴുകി വലിയ ഗർത്തങ്ങളായി മാറിയിരിക്കുന്നു. ഓട്ടോറിക്ഷ പോലും സ്കൂട്ടർ പോലും പോകാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് ഈ റോഡുകളെല്ലാം മാറിയിരിക്കുന്നു. നമുക്കറിയാം ഇതിന് നേതൃത്വം കൊടുത്തവരും മറ്റുദ്യോഗസ്ഥന്മാരുമെല്ലാം ഓഫീസുകളിൽ ഇരിക്കുകയാണ്. ധർണാ യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ഷൈനി ജോജോ അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് അംഗങ്ങളായ എബി വർഗീസ്, ജെയിംസ് വേഷനാൽ, മുബാഷ് മുഹമ്മദ് ഇസ്മയിൽ, സിബി എബ്രഹാം മുട്ടത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NGO അസോസിയേഷൻ ചങ്ങനാശ്ശേരി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ യോഗം ചേർന്നു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സതീഷ് ജോർജ് യോഗം ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുക, 20% ഇടക്കാല ആശ്വാസം അനുവദിക്കുക, കവർന്നെടുത്ത സർവീസ് വെയിറ്റേജ് പുനഃസ്ഥാപിക്കുക, 6 ഗഡു ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, 11ാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക, ലീവ് സറണ്ടർ റൊക്കം പണമായി നൽകുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ യോഗം. പ്രതിഷേധ യോഗത്തിൽ ബ്രാഞ്ച് പ്രസിഡന്റ് മനോജ് മാത്യു അധ്യക്ഷനായിരുന്നു. NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഷർ പറപ്പള്ളി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KCR തമ്പി, PH ഷീജ ബീവി, K അരവിന്ദാക്ഷൻ, G രേഖ തുടങ്ങിയവർ സംസാരിച്ചു. ശക്തമായ മഴയിലും കാറ്റിലും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മാന്നാർ ഗ്രാമപഞ്ചായത്ത് 7-10 വാർഡുകളുടെ അതിർത്തി പങ്കിടുന്ന കുരട്ടിക്കാട് നന്ദിയാട്ട് മുളവനേത്ത് റോഡിലാണ് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടത്. മൂന്നുപുരയ്ക്കൽ കാവിൽ നിന്ന് വലിയ പുളിമരമാണ് കഴിഞ്ഞ ദിവസം റോഡിലേക്ക് വീണത്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണെങ്കിലും മരം വീണ സമയത്ത് റോഡ് വിജനമായിരുന്നതിനാൽ അപകടം ഉണ്ടായില്ല. സംഭവം അറിഞ്ഞ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുജി ശ്രീരംഗം, രാധാമണി ശശീന്ദ്രൻ എന്നിവർ സ്ഥലത്തെത്തി. മാവേലിക്കരയിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തി മരം മുറിച്ചു മാറ്റി. ഒടിഞ്ഞു വീണ മരം മുറിച്ചു മാറ്റിയെങ്കിലും മറ്റു ചില മരങ്ങളുടെ ശാഖകളും റോഡിന് മുകളിലുണ്ട്. വർഷങ്ങളുടെ പഴക്കമുള്ള മരങ്ങളാണിവ. ഇത് നീക്കം ചെയ്യണമെന്ന് നാട്ടുകാർ നേരത്തെ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിട്ടും ഫലമുണ്ടായിട്ടില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കോട്ടയം ജില്ലയ്ക്ക് 75 വയസ്സ്. ജില്ലയുടെ ഭൂപടമുള്ള കേക്ക് മുറിച്ച് ആഘോഷങ്ങൾക്ക് തുടക്കമായി. 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് കളക്ടർ വി വിഘ്നേശ്വരി IAS അറിയിച്ചു.
ഹാപ്പി കോട്ടയം 75. ശിങ്കാരി മേളത്തിന്റെ അകമ്പടിയിൽ കേക്ക് മുറിച്ചും മരം നട്ടും കോട്ടയത്തിന്റെ 75ാം പിറന്നാൾ ആഘോഷത്തിന് കളക്ട്രേറ്റിൽ തുടക്കമായി. കോട്ടയം ജില്ല രൂപീകൃതമായതിന്റെ 75ാം വാർഷികാഘോഷം കളറാക്കിയിരിക്കുകയാണ് കളക്ട്രേറ്റ് ജീവനക്കാർ. ജില്ലയുടെ ഭൂപടവും ജില്ലയിലെ 9 നിയമസഭാ മണ്ഡലങ്ങളും പല നിറങ്ങളിൽ അടയാളപ്പെടുത്തിയ കേക്ക് കളക്ട്രേറ്റിന്റെ കവാടത്തിൽ നടന്ന ചടങ്ങിൽ മുറിച്ചുകൊണ്ടായിരുന്നു ആഘോഷങ്ങൾക്ക് തുടക്കമായത്. ഇന്ന് കോട്ടയം ജില്ല രൂപീകരിച്ചിട്ട് 75 വർഷമായിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ഉള്ളത് തന്നെ കാണാം. ടീം കോട്ടയമാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ ബഹുമാനപ്പെട്ട ജില്ലാ ജഡ്ജ് ഉണ്ടായിരുന്നു, ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, ബഹുമാനപ്പെട്ട SP ഉണ്ട്, പിന്നെ നമ്മുടെ എല്ലാ ഉദ്യോഗസ്ഥരും ഇവിടെ ഉണ്ട്. കോട്ടയം ഒരു അക്ഷര നഗരിയാണ്, ലാൻഡ് ഓഫ് 3 L's ആണ്. അത് ഇന്നും മേലും കുറേ ആസ്പെക്ട്സ് കൂട്ടാനും എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കാനുള്ള എല്ലാ പരിപാടികളും ഉണ്ടാവും. ഇത് ഒരു തുടക്കമാണ് ഇന്ന് കുറിച്ചിരിക്കുന്നത്. ഈ വർഷം ഫുള്ളി ആഘോഷമായിരിക്കും. കോട്ടയത്തിൻ്റെ ജന്മ ദിവസം നമ്മൾ എല്ലാവരും ജന്മവർഷമായിട്ട് തന്നെ ഫുള്ളി ആഘോഷിക്കാം. എല്ലാവരെയും കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടിരിക്കാൻ. ഇവിടെ കളക്ടർ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ നമ്മളുടെ ജില്ല രൂപം കൊണ്ടിട്ട് 75 വർഷം ഇന്ന് പൂർത്തിയായി. 1949 ജൂലൈ 1-നാണ് കോട്ടയം ജില്ല രൂപീകൃതമായത്. കോട്ടയം ജില്ലയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്, നിങ്ങൾക്കെല്ലാം അതറിയാം. നമ്മളുടെ ഇവിടെ ഏറ്റവും ആദ്യമായി ഒരു കോളേജ് കോട്ടയം ജില്ലയിലാണ്, CMS കോളേജ് രൂപീകൃതമായത്. അതുപോലെ തന്നെ ഒരു സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം, സാഹിത്യകാരന്മാരുടെ ഒരു സഹകരണ സംഘം കോട്ടയം ജില്ലയിലാണ് ആദ്യമായി രൂപം കൊണ്ടത്. നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി MD യൂണിവേഴ്സിറ്റി കോട്ടയത്തുണ്ട്. അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹം നമുക്കെല്ലാം അറിയാം, അതെല്ലാം കോട്ടയത്ത് ആണ് ആ സത്യാഗ്രഹ സമരമൊക്കെ നടന്നത്. കോട്ടയം അറ്റ് 75 എന്നെഴുതിയ ജില്ലയുടെ ഭൂപടം പതിച്ച കേക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദുവും പ്രിൻസിപ്പൽ ജില്ലാ ആൻഡ് സെഷൻസ് ജഡ്ജ് മിനി S ദാസും ജില്ലാ കളക്ടർ V വിഘ്നേശ്വരിയും പോലീസ് മേധാവി K കാർത്തിക്കും സബ് കളക്ടർ D രഞ്ജിത്തും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബീന P ആനന്ദും ചേർന്ന് മുറിച്ചു. തുടർന്ന് ജില്ലാ പഞ്ചായത്ത് അങ്കണത്തിൽ ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭൂപടം ആലേഖനം ചെയ്ത കേക്കും മുറിക്കുകയുണ്ടായി. അതിനുശേഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും സബ് കളക്ടറും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റും ചേർന്ന് ജില്ലാ പഞ്ചായത്ത് വളപ്പിൽ പ്ലാവ് നട്ടു. 1949 ജൂലൈ 1-നാണ് കോട്ടയം ജില്ല രൂപീകൃതമായത്. 75 വർഷം തികയുന്ന ജൂലൈ 1 മുതൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് ജില്ലാ ഭരണകൂടം ലക്ഷ്യമിടുന്നത്. ഞായറാഴ്ച വൈകിട്ട് മുതൽ കളക്ട്രേറ്റിന്റെ പൂമുഖം ദീപാലങ്കൃതമായിരുന്നു. വർണ്ണ ബലൂണുകൾ കൊണ്ട് കളക്ട്രേറ്റ് കവാടം അലങ്കരിക്കുകയും ചെയ്തിരുന്നു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ A അരുൺകുമാർ, പ്ലാനിംഗ് ഓഫീസർ PA അമാനത്ത്, ജില്ലാതല ഉദ്യോഗസ്ഥർ, കളക്ട്രേറ്റ് ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തമിഴ് വിശ്വകർമ്മ സമൂഹം സംഘടിപ്പിച്ച SSLC+2 ഉന്നത വിജയികൾക്കുള്ള ശ്രീദേവി വിദ്യാഭ്യാസ അവാർഡ് വിതരണം H സലാം MLA ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ഉപസമൂഹം പ്രസിഡന്റ് KC ഗോപിനാഥന്റെ അധ്യക്ഷതയിലായിരുന്നു പരിപാടികൾ. ശ്രീ ഗോവിന്ദരാജൻ ആ ജീവിത വലിയ സാധ്യമാകണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ടത് ഇന്നത്തെ ലോകത്ത് പ്രത്യേകിച്ചും വിദ്യാഭ്യാസമില്ലെങ്കിൽ വലിയ പ്രയാസമാണ്. നമ്മുടെ തൊഴിൽ മേഖലയിലെ പ്രയാസമൊക്കെ നിങ്ങൾക്കറിയാം. നിങ്ങളോട് വിശ്വസിച്ച് പറഞ്ഞതല്ല, നിങ്ങളുടെ ജീവിതാനുഭവത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ നിങ്ങൾ ചെയ്തു പോകുന്ന തൊഴിൽ മേഖലയൊക്കെ നമുക്കെല്ലാവർക്കും അറിയും. അപ്പൊ ആ തൊഴിൽ മേഖലയിലെ പ്രയാസങ്ങളും പ്രാരാബ്ദങ്ങളും തരണം ചെയ്ത് പരിഹരിച്ചുകൊണ്ട് നമ്മുടെ പുതിയ തലമുറ ആ ജോലിയിൽ നിന്ന് ജീവിച്ച് ജയിക്കട്ടെ എന്ന് നമ്മൾ നിശ്ചയിച്ചാൽ അത് ബുദ്ധിശൂന്യമാണ്. അതുകൊണ്ട് നമുക്ക് വിദ്യാഭ്യാസപരമായി നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ട് വരിക എന്നതാണ് ഏറ്റവും ഒന്നാമത്തെ കാര്യമായി കണക്കാക്കേണ്ടത്. അങ്ങനെയുള്ള അങ്ങനെയാണ് നമ്മൾ ഏത് കുടുംബത്തിന്റെ ഏത് വീടിന്റെയും ഒരു ഫസ്റ്റ് പ്രയോറിറ്റി എഡ്യൂക്കേഷനാണ്. അത് സാമ്പത്തികമായി താഴെ നിൽക്കുന്ന ഒരു കുടുംബമാണെങ്കിലും സാമ്പത്തികമായ ഒരു സ്റ്റേബിളായ കുടുംബമാണെങ്കിലും ഏത് കുടുംബത്തിന്റെയും ഒന്നാമത്തെ പ്രയോറിറ്റി, ഒന്നാമത്തെ മുൻഗണന നൽകുന്നത് ആ വീട്ടിലെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനാണ്. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് M ലിജു അവാർഡ് വിതരണവും ലോഗോ പ്രകാശനവും നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ, വിശ്വകർമ്മ സമൂഹം സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണൻകുട്ടി, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ MG സതീദേവി, കൗൺസിലർ K ബാബു, P ഗോവിന്ദരാജൻ, R കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു.
ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിലെ UG ഓണേഴ്സ് പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം MG യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ സിറിയക് തോമസ് നിർവഹിച്ചു. ഈ വർഷം മുതൽ അസംഷനിൽ ആൺകുട്ടികൾക്കും പ്രവേശനമുണ്ട് എന്നതും പ്രത്യേകതയാണ്. അത് ജെൻഡർ ഡിഫറൻസ് അവിടെ പഴയകാലത്ത് ആവശ്യമായിരുന്ന ഒരു കാലമാണ്. ഇപ്പോൾ അത് ആവശ്യമില്ലാത്ത കാലവുമാണ്. കാലം വരുത്തുന്ന മാറ്റങ്ങൾക്കനുസരിച്ചാണ് നമ്മളുടെ നയവും സമീപനവും മാറ്റേണ്ടത്. അസംഷൻ കോളേജ് നേരത്തെ തന്നെ SB കോളേജിൽ പെൺകുട്ടികൾക്ക് പ്രവേശനമുണ്ടായിരുന്നല്ലോ. ചങ്ങനാശ്ശേരിയിലെ ഈ 2 മഹാസ്ഥാപനങ്ങളും ഇപ്പോൾ ജെൻഡർ ഡിഫറൻസ് കൂടാതെ സർവർക്കുമായി മിടുക്കരായ മാർക്ക് കിട്ടുന്ന സമർത്ഥരായ വിദ്യാർത്ഥികൾക്കായി തുറന്ന് കൊടുക്കപ്പെടുന്നു എന്നുള്ളത് ഒരു പുതിയ ചരിത്രത്തെ അല്ലെങ്കിൽ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായത്തെ സൂചിപ്പിക്കുന്നു എന്ന് ഞാൻ വിചാരിച്ചു. ഉദ്ഘാടന യോഗത്തിൽ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ തോമസ് ജോസഫ് അധ്യക്ഷനായിരുന്നു. വാഴപ്പള്ളി സെന്റ് തെരേസാസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഷിജി ജോൺസൺ മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രിൻസിപ്പൽമാരായ ഡോക്ടർ റാണി മരിയ തോമസ്, പ്രൊഫസർ ജിസി മാത്യു, മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ജോബി തുടങ്ങിയവർ സംസാരിച്ചു. 4 വർഷത്തെ ബിരുദ കോഴ്സുകൾ FIUGPയെക്കുറിച്ച് നോഡൽ ഓഫീസർ ഡോക്ടർ V. കാമാക്ഷി സമ്മേളനത്തിൽ വിശദീകരിച്ചു. കേരളത്തിലെ പ്രശസ്തമായ വനിതാ കോളേജായിരുന്ന അസംഷനിൽ ഈ വർഷം മുതൽ ആൺകുട്ടികൾക്കും പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. SNDP യോഗം കുട്ടനാട് സൗത്ത് യൂണിയന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ശ്രീനാരായണ വിദ്യാഭ്യാസ മെറിറ്റ് അവാർഡ് വിതരണം ചെയ്തു. യൂണിയൻ പരിധിയിലെ 100ഓളം വിദ്യാർത്ഥികൾക്കാണ് അവാർഡ് നൽകിയത്. യൂണിയൻ ഹാളിൽ ചേർന്ന സമ്മേളനവും അവാർഡ് വിതരണവും ചെയർമാൻ പച്ചയിൽ സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. MBBS ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിട്ടുള്ളതായിട്ട് അറിയിച്ചിട്ടുണ്ട്. യോഗത്തിൽ യൂണിയൻ കൺവീനർ അഡ്വക്കേറ്റ് P. സുപ്രമോദ് അധ്യക്ഷനായിരുന്നു. കൗൺസിലർമാരായ സന്തോഷ് വേണഡ്, സിമ്മി ജിജി, ഉമേഷ് കൊപ്പാറ, യൂത്ത് മൂവ്മെന്റ് ചെയർമാൻ ഉണ്ണി ഹരിദാസ്, കൺവീനർ സുചിത്ര രാജേന്ദ്രൻ, യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് ശ്രീജ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. സേവാഭാരതി തലവടി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം കഴിഞ്ഞ ദിവസം നടത്തി. പനയന്നാർക്കാവ് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. ദേശീയ സേവാഭാരതി ജില്ലാ സെക്രട്ടറി P. ശ്രീജിത്ത് ഭദ്രദീപം പ്രകാശനം ചെയ്തതോടെയാണ് യോഗ നടപടികൾക്ക് തുടക്കമായത്. സമാജത്തിന്റെ അസംഘടിതവും അതോടൊപ്പം തന്നെ ദാരുണമായ അവസ്ഥ, ആ അവസ്ഥയെ എങ്ങനെ മറികടക്കാമെന്ന് ചിന്തിച്ചതിന്റെ പരിണിത ഫലമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. നമുക്കറിയാം, ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്ന സമയത്ത് ഏറ്റവും നല്ല തരത്തിലുള്ള സേവന പ്രവർത്തനം സൈന്യത്തിന് കൊടുത്തുകൊണ്ട് ഈ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ നമ്മുടെ മുൻ തലമുറക്കാരെ നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. ഇന്ന് സേവാഭാരതിക്ക് നമ്മളെ വിശ്വസിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞു നമ്മുടെ ആ സ്ഥലത്ത് 1 കോടിയോളം രൂപ വരുന്ന വിലമതിക്കുന്ന വസ്തുവകകൾ സേവാഭാരതിയെ വിശ്വസിച്ചേൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് സേവാഭാരതിയോടുള്ള വിശ്വാസമല്ല. കഴിഞ്ഞ 99 വർഷക്കാലമായിട്ട് ഭാരതത്തിന്റെ ഈ ലോകത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ ഒരു പ്രസ്ഥാനം തുടർച്ചയായി പ്രവർത്തിച്ച് നേടിയ വിശ്വാസ്യതയാണ്. യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ഗോകുൽ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. RSS സേവാ പ്രമുഖ് T. രഘു സേവാ സന്ദേശം നൽകി. ജില്ലാ കാര്യദർശി K. ബിജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത്, പീയൂഷ് P. പ്രസന്നൻ, ആത്മജ, ബെന്നി ചെറിയൻ, ജയന്തി ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. ഗോകുൽ ഗോപാലകൃഷ്ണനെ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുത്തു. VC വിനീഷാണ് സെക്രട്ടറി. ട്രഷററായി സന്തോഷ് കുമാറിനെ തെരഞ്ഞെടുത്തു. BJP നെടുമുടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊട്ടാരം NS ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും +2 പരീക്ഷയിൽ ഫുൾ A+ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ആദരവ് നൽകി. പാർട്ടി തകഴി മണ്ഡലം പ്രസിഡന്റ് D. സുഭാഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ എല്ലാം ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരൊക്കെ
യോഗത്തിൽ BJP നെടുമുടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ സതീശൻ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ നാരായണദാസ്, അനിൽകുമാർ, സുരേഷ് പരിയാത്ത്, സ്കൂൾ മാനേജർ ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ചങ്ങനാശ്ശേരി സെന്ററിന്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ചൊവ്വാഴ്ച കോണ്ടൂർ റിസോർട്ടിൽ നടക്കുന്ന ചടങ്ങിൽ ഇവർ ചുമതല ഏറ്റെടുക്കും. ബേബി ജോണിനെ ചെയർമാനായും കിച്ചു സേവ്യറിനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. അസീം വി പണിക്കരാണ് ട്രഷറർ. സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് BAI സംസ്ഥാന ചെയർമാൻ PN സുരേഷ് നേതൃത്വം നൽകും. ഇതിന്റെ ഭാഗമായി ചേർന്ന സമ്മേളനം കേരള സാങ്കേതിക സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കുഞ്ചറിയ P. ഐസക് ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6600 രൂപ, പവന് 52,800 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.